പീപ്പിൾ പ്ലസ് ടിവിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് അതിഥിയായി വന്നിരിക്കുന്നത് പാട്ടുകളെ ഏറെ സ്നേഹിക്കുകയും പാട്ടുകൾക്ക് ഈണം നൽകിയിട്ടുള്ള സജയൻ മങ്ങാട്ട് എന്നറിയപ്പെടുന്ന സജയേട്ടനടുത്താണ്. കൂടുതൽ വിശേഷങ്ങൾ അറിയാൻ നമുക്ക് സജയേട്ടനിലേക്ക് പോകാം. സജയേട്ട നമസ്കാരം. സജയന്റെ സംഗീതത്തിലേക്കുള്ള വരവിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? അത് ഞാനും എൻ്റെ കുടുംബത്തില് പൂർവികരായിട്ടൊരു സംഗീത കലാകുടുംബമാണ്. മുത്തച്ഛനാണെങ്കിൽ മേളത്തിന്റെ കാര്യങ്ങൾക്കൊക്കെ ഒരു ഇതുള്ള ആളായിരുന്നു. അതുകൊണ്ട് അച്ഛനായാലും അമ്മയായാലും ചെറിയതായിട്ട് അന്നത്തെ കാലത്ത് പിന്നെ അങ്ങനെ അങ്ങോട്ട് പോകുന്ന ഒരു ഇതില്ലല്ലോ. പാരമ്പര്യമായിട്ട് അങ്ങനെ ഒരു സംഗീത കുടുംബമാണ്. ഇതിലിപ്പോ നല്ല താല്പര്യമുള്ള ആൾക്കാരാണ് അമ്മയായാലും അച്ഛനായാലും ഒക്കെ. അപ്പൊ അതിൽ നമ്മൾ കൂടുതൽ സംഗീതത്തിനോട് കൂടുതൽ ഇഷ്ടപ്പെട്ടു. അതിന്റെ ഒരു വഴികൾ തേടി നമ്മൾ കുറച്ച് സംഗീതം പഠിക്കാൻ പോയി. അത് കുറച്ച് നാളെ നമ്മള് തൃശ്ശൂര് ചിന്മയ മിഷൻ എന്ന് പറഞ്ഞ സ്ഥാപനത്തിലാണ് നമ്മൾ കുറച്ചു കാലം സംഗീതം അഭ്യസിക്കാനായിട്ട് പോയത്. അവിടെ ഹരിപ്രകാശ് എന്ന് പറഞ്ഞ മാഷാണ് എന്റെ ഗുരുവായിട്ട് അവിടെ നമ്മളെ സംഗീതം പഠിപ്പിച്ചിരുന്നത്. അതുപോലെ തന്നെ ചെറുപ്പകാലത്ത് ഞാനിവിടെ നമ്മുടെ വീട്ടില് ഒരു മാഷ് വന്നത് പഠിപ്പിച്ചത്. അതായത് നൂലുപള്ളിയിൽ നിന്ന് ഷാജു മാഷ് എന്ന് പറഞ്ഞ ആള് തന്നെ ഇവിടെ വീട്ടില് ഈ ഹെൻറി മാഷ്ട കുട്ടികളൊക്കെ പഠിപ്പിക്കുന്ന സമയത്ത് വന്നിരുന്നു. അപ്പൊ ആ സമയത്ത് ഞാൻ ആളുടെ കൂടെ കുറച്ച് പഠിച്ചിട്ടുണ്ട്. പിന്നീടാണ് ഞാൻ ചിന്മയ കലാമന്ദിറിൽ പോയിട്ട് അവിടെ കുറച്ച് നാൾ പഠിക്കുന്നത്. പിന്നെ അവിടെ നിന്ന് നമ്മളുടേതായിട്ടുള്ള ജോലിയുടെ ഓരോ കാര്യങ്ങളായപ്പോ നമ്മൾ അങ്ങനെ ക്ഷേത്രം പൂജ അങ്ങനെയുള്ള രീതിയിലേക്ക് തിരിഞ്ഞു. അച്ഛനും കുറച്ച് ആസ്ട്രോളജി അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം നമ്മളും അങ്ങനെയുള്ള രീതിയിലേക്ക് ഇങ്ങനെ തിരിഞ്ഞു ആ രീതിയിൽ പോണു. പാട്ടുകൾ പാടും. ഇപ്പൊ നമ്മള് കുറച്ച് പാട്ടുകൾ ചെയ്തിട്ടുണ്ട്, ഈണം നൽകിയിട്ടുണ്ട്, അതുപോലെ തന്നെ പാടിയിട്ടുണ്ട്. അപ്പോ സജയേട്ടൻ ചെയ്തിട്ടുള്ള പാട്ടിന്റെ രണ്ടുപേര് കേട്ടാലോ നമുക്ക് പ്രേക്ഷകർക്കായിട്ട്? പാടാം. ഞാൻ ഒരു ക്ഷേത്രത്തില് നിന്നിരുന്നു. 10 വർഷമായിട്ട് ഒരു ക്ഷേത്രത്തില് ഒരു ശാന്തിയായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ആ ക്ഷേത്രത്തിനെ പറ്റിയിട്ട് ഞാൻ ഒരു സ്നേഹപുരം മഹാവിഷ്ണു ക്ഷേത്രം. അപ്പോ ആ ക്ഷേത്രത്തെ പറ്റിയിട്ട് ഞാനൊരു ആൽബം ഒരു 7 പാട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് സംഗീതം ചെയ്ത് വിനുകുമാർ എന്ന് പറഞ്ഞ ആളാണ്. അതിൽ ഞാൻ പാടിയിട്ടുണ്ട്. പിന്നെ മധു ബാലകൃഷ്ണൻ, ജോത്സന എന്ന് പറഞ്ഞ അവരുടെ ടീമുകളൊക്കെ പാടിയിട്ടുണ്ട്. അപ്പോ അതിൽ ഞാൻ പാടിയത് ഞാൻ പാടാം. പന്നഗശയനൻ ശ്രീഹരി വാഴും സ്നേഹപുരത്താ ഞാൻ കൊതിച്ചു നരഹരി രൂപനെ നാരായണനെ ഒരു നോക്കു കാണുവാൻ കൺതുടിച്ചു നടയിൽ നമിക്കുവാൻ മനമുറച്ചു. അതാണ് അത് സന്തോഷ് ഈച്ചരത്ത് എന്ന് പറഞ്ഞ ആളുടെ വരികളാണ്. പിന്നെ ഒരു ക്രിസ്ത്യൻ ഡിവോഷണൽ, അതും ഇപ്രാവശ്യം 2024 ഇറങ്ങിയിട്ടുണ്ട്. അതും ഇങ്ങനെ ജനങ്ങൾ ഇങ്ങനെ അറിഞ്ഞു വരണു. വിനുകുമാർ എന്ന് പറഞ്ഞ എന്റെ മാസ്റ്റർ പഠിപ്പിച്ച ഹരിപ്രകാശ് മാസ്റ്റർ മകനാണ് വിനുകുമാർ. ആള് ഗാനമേള അങ്ങനെയുള്ള വലിയ പരിപാടികൾക്കൊക്കെ പോകുന്ന ആളാണ്. ആള് മ്യൂസിക് ഡയറക്ടറും കൂടിയിട്ടാണ്. അപ്പൊ ആളാണ് ആദ്യമായിട്ട് നമുക്ക് ഇങ്ങനെ ഒരു അവസരം തരുന്നത്. അങ്ങനെയാണ് നമ്മളൊരു ആൽബം സെറ്റ് ചെയ്തത്. അതിനുശേഷം ജ്യോതിഷ് കാശി എന്ന് പറഞ്ഞിട്ട് സിനിമയിലൊക്കെ ഗാനരചന നടത്തുന്ന ആളായിട്ട് നമുക്കൊരു കണക്ഷൻ വന്നു. എന്റെ സുഹൃത്താണ്. ഞങ്ങൾ ചിന്മയിൽ പഠിക്കുമ്പോൾ തൊട്ടുള്ള സുഹൃത്തുക്കളാണ്. അപ്പൊ അവരിലൂടെ ഇങ്ങനെ ഓരോ പാട്ടുകൾ നമ്മൾ ചെയ്തു വരുന്നു. ഇനിയിപ്പോ ആളുടേതായിട്ടുള്ള രചനയിൽ 2 പാട്ടും കൂടി ഇനി ഇറങ്ങാൻ നിൽക്കുന്നുണ്ട്. അത് ലവ് സോങ് ആയിട്ട് നടക്കുന്നുണ്ട്. അപ്പൊ നമ്മള് പാട്ടിന്റെ വിശേഷങ്ങൾ കുറച്ചറിഞ്ഞു. ഇനി നമുക്ക് വീട്ടില് വിശേഷം ആരൊക്കെ വീട്ടിലുണ്ട്? വീട്ടില് ഞാൻ, ഭാര്യ, ഒരു മകനാണെങ്കിൽ 3-ല് ഉപ്പളിയം ഗവൺമെന്റ് സ്കൂളിൽ പഠിക്കണം. അതുപോലെ തന്നെ ഭാര്യ ആണെങ്കിൽ ആള് ഫാർമസി കോളേജിൽ ലെക്ചറായിട്ട് നിർമ്മല കോളേജിൽ പോണു. ഇപ്പൊ ആള് PhD എടുക്കാനായിട്ട് രാജസ്ഥാനിലേക്ക് പോയി. അപ്പൊ അതാണ് അവിടെ ഇല്ലാത്തത്. ഇനിയിപ്പോ ഓരോ ഗായകർക്കും ഉള്ളതുപോലെ നമ്മൾക്കും ഒരു ആവണം, അല്ല ഒരു സിനിമയിൽ ഏതെങ്കിലും ഒരു സിനിമയിൽ നമ്മുടെ ഒരു പാട്ട് വരണം എന്നുള്ള ആഗ്രഹങ്ങളുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് നമ്മളിപ്പോ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. അതിനുള്ള സുഹൃത്ത് ബന്ധങ്ങളുണ്ട്. അവര് നന്നായാൽ നമുക്ക് അതിലൂടെ കയറി പറ്റാം. ക്രിസ്ത്യൻ ഭക്തിഗാനം ചെയ്തിട്ടുണ്ടോന്ന് പറഞ്ഞു. ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് അത് രണ്ടുപേരും അഭിരാമ ആർദ്രദാമമേ അനുതാപ സൗമ്യനാളമേ നീയാണൻ പ്രാണസാധന
നീ തന്നെ എൻ്റെ ചേതന യേശുനാഥ ജീവനാഥ യേശുനാഥ ജീവനാഥ. ഈ ഒരു പാട്ടാണ്. അങ്ങനെ സജയന്റെ ഇത്ര വിശേഷങ്ങൾ അറിയാൻ പറ്റിയതില് വളരെ സന്തോഷം. എനിക്കും വളരെയധികം സന്തോഷമുണ്ട്. പീപ്പിൾ പ്ലസ് ടിവിയിലൂടെ ഇതുപോലൊരു അവസരം എനിക്ക് തന്നതിലും എൻ്റെ ചെറിയ ചെറിയ കാര്യങ്ങളും സംഗീതത്തിനെ പറ്റിയുള്ള കാര്യങ്ങളും അവതരിപ്പിക്കാൻ പറ്റിയതിലും വളരെ സന്തോഷം. പീപ്പിൾ പ്ലസ് ടിവിയുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡ് അപ്പ് ആണ്. അടുത്ത വിശേഷങ്ങളുമായി നമുക്ക് നെക്സ്റ്റ് എപ്പിസോഡിൽ കാണുമായിരിക്കും. നന്ദി, നമസ്കാരം.